വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സൈബർ പങ്ക് അല്ലെങ്കിൽ ഡ്രീമി ലുക്ക് ഓർ സൈഫൈ ലുക്ക്, ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് എന്ത് വേണേലും പറയാം. ബട്ട് ബേസിക്കലി ഒരു സൈബർ പങ്ക് കൈൻഡ് ഓഫ് ലുക്കാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ എഫക്റ്റ് നമുക്ക് പ്രീമിയർ പ്രോ ഉപയോഗിച്ച് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഹൈലൈറ്റ് മാത്രം VR ഗ്ലോ എഫക്റ്റ് ഉപയോഗിച്ച് ഐസൊലേറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് അതിൽ നമ്മൾ കളർ അല്ലെങ്കിൽ ഗ്ലോ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ നൈറ്റ് ടൈമിൽ എടുത്ത വീഡിയോസിലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഈ ഒരു എഫക്റ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കാം. ഞാൻ ഇവിടെ പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 2 ക്ലിപ്സും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു എഡിറ്റ് ചെയ്യാൻ വേണ്ടി കളർ ടാബിലേക്ക് പോകാം. ബിക്കോസ് നമ്മൾ ലുമിട്രി കളർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലുമിട്രി കളർ ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിന് നിങ്ങൾക്ക് കളർ ഗ്രേഡിംഗ് ആൻഡ് കളർ കറക്ഷനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതിൽ നമ്മൾ ലുമിട്രി കളറിനെ കുറിച്ചും ലുമിട്രി സ്കോപ്സിനെ പറ്റിയെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറച്ച് പഴയ വീഡിയോ ആണ് എങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ വീഡിയോയിൽ ഒരു ബേസിക് കറക്ഷൻ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം കുറച്ച് എക്സ്പോഷർ ഇൻക്രീസ് ചെയ്യുവാണ്. ഹൈലൈറ്റ്സും കുറച്ച് ഇൻക്രീസ് ചെയ്യുവാണ്. കുറച്ച് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഷാഡോ ഒന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. ആൻഡ് കളേഴ്സ് എല്ലാം ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സാച്ചുറേഷനും കൂടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് VR ഗ്ലോ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, VR ഗ്ലോ എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ആ ഹൈലൈറ്റ്സ് എല്ലാം ഒന്ന് ഗ്ലോ ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു VR ഗ്ലോയിൽ നമുക്ക് ലൂമ ത്രഷോൾഡ്, ഗ്ലോ റേഡിയസ്, ഗ്ലോ ബ്രൈറ്റ്നസ്, ഗ്ലോ സാച്ചുറേഷൻ കുറേ പാരാമീറ്റേഴ്സ് കാണാം. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു സൈബർ പങ്ക് ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഈ ഒരു ലൂമ ത്രഷോൾഡിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം ആ ഒരു എഫക്റ്റ് വേണമെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇവിടെ ഒരു ചെറിയൊരു ഡ്രോപ്പ് ഡൗൺ മെനു കാണാം. അത് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ലൈഡർ കാണാം. അത് ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. സോ ഞാൻ ഇതിൻ്റെ ഒരു വാല്യൂ 0.82 കൊടുക്കുവാണ്. ഓക്കെ, അടുത്തത് ഗ്ലോ റേഡിയസ് ആണ്. ആക്ച്വലി ഗ്ലോ റേഡിയസിൻ്റെ വർക്കിംഗ് ഒരു ഫെദർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ചെയ്യുന്ന പോലെയാണ്. ഇതിൻ്റെ വാല്യൂ ഞാൻ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഷാർപ്പായിട്ടാണ് ഈ ഒരു ഗ്ലോ ഇരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ കണ്ടോ കുറച്ചുകൂടെ സ്മൂത്ത് ആകുന്നതും അല്ലെങ്കിൽ അത് ഫെദർ ആകുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അതിൻ്റെ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പല വീഡിയോസിനും പല രീതിയിലായിരിക്കും. ഓക്കെ, ഞാനിവിടെ ഒരു വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ 294 കൊടുത്തു. ഇനി ഗ്ലോ ബ്രൈറ്റ്നസ് ആണ്. എൻ്റെ പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഞാനിവിടെ ഒരു 1.68 കൊടുത്തിരിക്കുകയാണ്. ആൻഡ് ഫൈനലി ഗ്ലോ സാച്ചുറേഷൻ ഉണ്ട്. അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ നമുക്കിവിടെ സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, ഞാൻ ഈ ഒരു VR ഗ്ലോ ഓഫ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇവിടെ ഒരു ബ്ലൂ കളറാണ്. അതുപോലെ ഇവിടെ ഒരു റെഡ് കളറാണ്. സാച്ചുറേഷൻ ഇൻക്രീസ് ആകുമ്പോഴത്തേനും ആ ഒരു കളേഴ്സ് എല്ലാം കൂടുന്നത് കാണാം. ഓക്കെ, നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ഇവിടെ മാക്സിമം വാല്യൂ കൊടുക്കുവാണ്. ഓക്കെ, അടുത്ത ഇവിടെ ഉള്ളത് ടിൻറ്റ് കളറാണ്. ഇവിടെ ടിൻറ്റ് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഏകദേശം ഒരു പിങ്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഒരു വ്യത്യാസം വന്നിട്ടില്ല. ആൻഡ് നിങ്ങൾ ഇവിടെ യൂസ് ടിൻറ്റ് കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആയി കൊടുക്കാം. നമ്മുടെ ഹൈലൈറ്റ്സ് എല്ലാം ഒരു പിങ്ക് കളർ വന്നിരിക്കുന്നതാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ സംഭവം. ഞാൻ ആക്ച്വലി ഈ ഒരു ടിൻറ്റ് കളറല്ല യൂസ് ചെയ്യുന്നത്. ഇവിടെ ലുമിട്രി കളറിൽ വരുവാണെങ്കിൽ ക്രിയേറ്റീവ് ടാബിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ നമുക്ക് ഷാഡോസും ഹൈലൈറ്റ് ടിൻറ്റും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ എനിക്ക് ആവശ്യമായിട്ടുള്ള ടിൻറ്റ് കളർ കൊടുക്കും. ഇവിടെ ഒരു പിങ്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഷാഡോസ് ഞാൻ ഒരു ബ്ലൂ കളർ കൊടുക്കുവാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടുന്ന് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലുമിട്രി കളറിൽ വന്നിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് അവസാനമായിട്ട് ബേസിക് കറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് ടിൻറ്റിൻ്റെ കളർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. സോ ഒരു പിങ്ക് കളർ നമ്മുടെ വീഡിയോയിൽ കുറച്ചുകൂടെ വരുന്നതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ക്രോമാറ്റിക് അബറേഷൻ എന്ന് പറയുന്ന എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ VR ക്രോമാറ്റിക് അബറേഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. അത് നമുക്ക് വീഡിയോയിലേക്ക് കൊടുക്കാം. സോ നോക്കുവാണെങ്കിൽ അറിയാം ആ ഒരു സെൻറ്ററിൽ ഒരു RGB എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇത് സെൻറ്ററിൽ നിന്ന് മാറി ആ ഒരു എഡ്ജസിലാകാൻ വേണ്ടി ഇവിടെ ഫാൾ ഓഫ് ഇൻവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആക്കി കൊടുക്കാം. സോ ആ ഒരു എഫക്റ്റ് സെൻറ്ററിൽ നിന്ന് മാറി എഡ്ജസിലേക്ക് വന്നിരിക്കുന്നതാണ്. സോ ഇനി നമുക്ക് റെഡ്, ഗ്രീൻ, ബ്ലൂ ഈ 3 കളേഴ്സിൻ്റെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇതിൻ്റെ വാല്യൂ ഞാൻ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ അത് കൂടുതൽ ദൂരേക്ക് പോകുന്നു. വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അത് സെൻറ്ററിലേക്ക് വരുന്നതും കാണാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വാല്യൂസ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി ദൂരേക്ക് കൊടുക്കുവാണെങ്കിൽ ഈ 3 കളേഴ്സും ദൂരേക്ക് പോകുന്ന കാണാം. നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ആദ്യം റെഡിൻ്റെ വാല്യൂ ഒരു -10 കൊടുത്തു. അതുപോലെ ഗ്രീനിൻ്റെ വാല്യൂ കുറച്ചുകൂടെ ദൂരെ വെച്ച് കൊടുക്കുവാണ്. മേ ബി അല്ലെങ്കിൽ ഒരു -6 വല്ലതും കൊടുക്കാം. ബ്ലൂവിൻ്റെ വാല്യൂ ഞാൻ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ 3 കളേഴ്സും കൊടുത്തിട്ടുണ്ട്. ക്രോമാറ്റിക് അബറേഷൻ എഫക്റ്റ് ഒരു VR എഫക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എഡ്ജസിൽ ചെറിയ ഡിസ്റ്റോഷൻ വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ സ്കെയിലിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഞാൻ ഇത് 100 കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എഡ്ജസിൽ ചെറിയ രീതിയിലുള്ള ഡിസ്റ്റോഷൻ ഉണ്ട്. ഞാൻ അതുകൊണ്ട് സ്കെയിൽ വാല്യൂ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ ഒരു 114 ഈ ഒരു വീഡിയോയുടെ കേസിൽ കൊടുക്കുവാണ്.
നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഓക്കെ, ഞാൻ ഒരു വീഡിയോയും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പെട്ടെന്നൊന്ന് ചെയ്ത് കാണിക്കാം. ഈ ഒരു വീഡിയോ നോക്കുവാണെങ്കിൽ അറിയാം കുറച്ച് ഫോഗി ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ ഫോഗി ആയിട്ടുള്ള വീഡിയോസിലും അതുപോലെ വെറ്റ് ആയിട്ടുള്ള വീഡിയോസിലും, അതായത് മഴ കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോസിലൊക്കെ ഈ ഒരു എഫക്റ്റ് കാണാൻ ഭയങ്കര രസമായിരിക്കും. ഫസ്റ്റ് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തതുപോലെ തന്നെ ഞാൻ ബേസിക് കറക്ഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്തു, ഹൈലൈറ്റ്സ് ഇൻക്രീസ് ചെയ്തു, അതുപോലെ ഷാഡോസ് കുറച്ച് ഡിക്രീസ് ചെയ്തു, ആൻഡ് സാച്ചുറേഷനും കുറച്ച് ഇൻക്രീസ് ചെയ്തു. ആൻഡ് നമുക്കിതിലേക്ക് ഗ്ലോ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് ഗ്ലോ റേഡിയസ്, ത്രെഷോൾഡ്, ബ്രൈറ്റ്നസ്, സാച്ചുറേഷൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ലുമിട്രി കളറിലേക്ക് പോയിട്ട് ക്രിയേറ്റീവിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഹൈലൈറ്റ് ആൻഡ് ഷാഡോ ടിൻറ്റ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാൻ ഒരു ഗ്രീൻ കളറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഷാഡോസ് ഞാൻ ഒരു യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഇനി ഞാൻ ബേസിക് കറക്ഷനിലേക്ക് പോയിട്ട് നമുക്ക് വൈറ്റ് ബാലൻസ് കുറച്ചൊരു ഗ്രീനിഷ് കളർ കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്രോമാറ്റിക് അബറേഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ടൈം സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ യൂസ് ചെയ്ത അതേ ക്രോമാറ്റിക് അബറേഷൻ Ctrl+C ഉപയോഗിച്ച് കോപ്പി ചെയ്തു. ആൻഡ് ഈ ഒരു വീഡിയോയിൽ Ctrl+V ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ക്രോമാറ്റിക് അബറേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് അനുസരിച്ച് ഒന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ക്രോമാറ്റിക് അബറേഷൻ ആഡ് ചെയ്തപ്പോൾ എഡ്ജസ്റ്റിൽ ഡിസ്റ്റോർഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സ്കെയിൽ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1110 കൊടുക്കുവാണ്, 110 കൊടുക്കുവാണ്. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സോ ഇത്രയുള്ള സംഭവം നമുക്ക് സൈബർപങ്ക് ലുക്ക് ഈസി ആയിട്ട് പ്രീമിയർ പ്രോ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് പ്രീമിയർ പ്രോയുടെ കുറച്ച് സീക്രട്ട് ഹാക്സ് അറിയണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതത്തെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ദ വീഡിയോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.